നമസ്കാരം. നമ്മൾ രാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. രാമനും ലക്ഷ്മണനും വലിയ കൂട്ടാണ്, ഭരതനും ശത്രുഘ്നും വലിയ കൂട്ടാണ്. രാമൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ തന്നെ പറയും, ഭരതൻ എന്ന് പറഞ്ഞാൽ ശത്രുഘ്നെന്നും പറയും. ഇവർ തമ്മിൽ ഇങ്ങനെ കൂട്ടായതിന് ഒരു കഥയുണ്ട്. നമ്മുടെ രാമായണത്തിലെ കഥയാണ്. അതിങ്ങനെയാണ്. ദശരഥൻ ആദ്യം വിവാഹം കഴിച്ചു കൗസല്യയെ, പിന്നീട് സുമിത്രയെ, പിന്നീട് കൈകേയിയെ. മക്കളില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും വിവാഹം ചെയ്തത്. 3 പേർക്കും മക്കളുണ്ടായില്ല. അപ്പം എന്തുകൊണ്ടുണ്ടായില്ല? കാരണം അന്വേഷിച്ചു. അപ്പം അതിൻ്റെ കാരണം കണ്ടെത്തി. അത് ചില കർമ്മങ്ങളുടെ ദോഷങ്ങളുടെ ഫലമായിട്ടാണ്. അതിന് പരിഹാരവും വിധിച്ചു. ആ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ട് പുത്രകാമിഷ്ടി, പുത്രനെ ആഗ്രഹിച്ചു കൊണ്ടുള്ള ഒരു ഹോമം, ഒരു യജ്ഞം നടത്തി. ഈ യജ്ഞവേളയിൽ ഇനി അങ്ങോട്ട് പല രാമായണത്തിലും പല കഥയാണ്. അതിൽ ഒരു കഥയാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിൽ നിന്നൊരു ആ അഗ്നിപുരുഷൻ തൻ്റെ തൃക്കൈയിൽ പ്രസാദവുമായി, പായസപ്രസാദവുമായി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇത് ആ പുരോഹിതന് കൊടുത്തിട്ട് രാജാവിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് 3 ഭാര്യമാർക്ക് കൊടുക്കുക, അവർ സത്സന്താനങ്ങളെ അങ്ങേക്ക് സമ്മാനിക്കും. ഇതിന് വലിയ സന്തോഷമായി. ഭാര്യമാരെ വിളിച്ചു വരുത്തി അവരോട് ഈ കഥകളെല്ലാം പറഞ്ഞ് ഈ പായസം അവർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. വീതിച്ചു കൊടുത്തതും പല രാമായണത്തിൽ പല രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഭാഗവും ഇവിടാം. 3ആയിട്ട് വിഭജിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചു കൊടുക്കും തൽക്കാലത്തേക്ക്. അങ്ങനെ ഇവർ 3 പേരും ഇതുമായി പോയി. പിന്നെ ജപമൊക്കെ കഴിഞ്ഞ് ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് കഴിക്കേണ്ട വിധിയൊക്കെ വസിഷ്ഠൻ നിർദ്ദേശിച്ചിരുന്നു. സുമിത്ര കൊട്ടാരത്തിലേക്ക് പോയി, കൈകേയി അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി, കൗസല്യ അവരുടെ കൊട്ടാരത്തിലേക്ക് പോയി. സുമിത്ര ഈ പ്രസാദം കൊണ്ടുപോയിട്ട് മട്ടുപ്പാവിൽ വെച്ചു. അതിനുശേഷം ഇവരെ കുളി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, അമ്മമാർ മുടിയൊക്കെ ഇങ്ങനെ ചുറ്റി കെട്ടി മുകളിൽ വെച്ചിട്ടില്ലേ, അത് അവർ അഴിച്ച് ഇതിട്ടിട്ട് വിടർത്തിയിട്ട് ഉണക്കും. ഒരു രീതിയുണ്ട്. സുമിത്രയ്ക്ക് ധാരാളം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ മട്ടുപ്പാവിൻ്റെ മുകളിൽ അരത്തിണ്ണയുണ്ട്, അരപ്രൈസ് എന്ന് പറയും. അപ്പോൾ അവിടെ ഈ പ്രസാദം പൊൻപാത്രത്തിലാണ് ഇവർ കിട്ടിയ പ്രസാദം. ആ പൊൻപാത്രത്തിൽ വെച്ച് മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് അവരിങ്ങനെ അത് തോർത്തുവാണ് ഉണക്കാനായിട്ട്. ഈ സമയത്ത് സുമിത്രയുടെ ഉള്ളിൽ കൂടെ ചില ചിന്ത കടന്നുപോയി. നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഈ വേണ്ടാത്ത ചിന്ത ഇങ്ങനെ കടന്നു വരും. അത് അബദ്ധത്തിൽ ചാടിക്കും, അതിൽ നമ്മുടെ സന്തോഷം കളയും. അപ്പോൾ എന്ത് പറ്റി? സുമിത്ര ചിന്തിച്ചു, ഇപ്പം എന്തായാലും കൗസല്യക്കാണ് ആദ്യം കുഞ്ഞുണ്ടാവണമെങ്കിൽ ആ കുട്ടിയെ ആയിരിക്കും രാജാവാക്കുക. ഇനി അതല്ല, കൈകേയിക്ക് കുഞ്ഞുണ്ടായാൽ കൈകേയിക്ക് ഉണ്ടാവുള്ളൂ. കാരണം രാജാവിന് ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടം കൈകേയിയോടാണ്. ഞാനാണെങ്കിൽ രാജകുമാരിയല്ല, മറ്റു 2 രാജകുമാരിമാരാണ്. ഇദ്ദേഹം അതല്ല, അയോധ്യയിലൊരു മഹാപ്രഭുവിൻ്റെ മകളാണ് സുമിത്ര. അപ്പം ഞാൻ രാജകുമാരിയല്ല. അപ്പം എന്താണ്, എനിക്ക് കുട്ടി ഉണ്ടായാലും എൻ്റെ കുട്ടിക്ക് രാജാധികാരം കിട്ടാനുള്ള ഒരു സാധ്യതയില്ലല്ലോ. പിന്നെ എന്തിനാപ്പം ഞാനിങ്ങനെ കഴിക്കണേ? ഇങ്ങനെ വെറുതെ ആയിട്ട് തോന്നിപ്പോയി. ഈ സമയം ഒരു ചെറുകടി വെച്ച് നോക്കുമ്പോൾ കാണുന്നത് ഈ മുകളിൽ കൂടെ പറന്നുപോയ ഒരു ഗരുഡൻ, അതിന് വലിയ ശക്തിയുള്ളൊരു പരുന്ത്. ആ പരുന്ത് നോക്കിയപ്പം ഈ അരത്തിണ്ണയിൽ മട്ടുപ്പാവിലെ 2ാമത്തെ നിലയുടെ മുകളിലാണ് തിളങ്ങുന്ന എന്തോ കൊണ്ടു. ഇതെന്താന്ന് പറയാനുള്ള ആകർഷണം കൊണ്ട് അത് വന്ന് ഈ പായസപാത്രം റാഞ്ചിക്കൊണ്ടാണ് ഈ പരുന്തങ്ങ് പോയത്. ഇവരും കൂടി ഞെട്ടിപ്പോയി. അപ്പോൾ തന്നെ കുറ്റബോധം ഉണ്ടായി. ഈ ദിവ്യമായ പ്രസാദം കിട്ടിയിട്ട് ഞാനിങ്ങനെ അരുതാത്തതൊക്കെ ചിന്തിച്ച് ആ ദിവ്യമായ സാധനം നഷ്ടപ്പെടുത്തിയല്ലോ. ഞാൻ എന്ത് മഹാരാജാവിനോട് പറയും? ഇത് ഞാൻ എത്ര അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്ന് അറിയുമ്പോൾ കുലഗുരു വസിഷ്ഠന് എത്ര ദേഷ്യം വരും. എന്നെ ശപിക്കില്ലേ? ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ. കണ്ടോ, അരുതാത്ത ചിന്തകൾ വരുമ്പം നമ്മുടെ ശ്രദ്ധ പതറിപ്പോകും. ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം. ഇതിങ്ങനെ പറന്നുപോയി. കാര്യം സ്വർണ്ണപാത്രമാണെങ്കിൽ ഇതിന് ഭാരമുണ്ടല്ലോ. കുറെ അങ്ങോട്ട് പോയപ്പോൾ വനത്തിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. പരുന്നിങ്ങനെ പറന്നു പോകുമ്പം ഇതിൻ്റെ കാലിൽ നിന്നും ഇത് വഴുതി ഈ താഴത്തേക്ക് വീണു. ഇത് കിട്ടിയത് ആ പാറപ്പുറത്ത് വിശ്രമിക്കാനിരുന്ന അഞ്ജനയ്ക്കാണ്. മനസ്സിലായാലോ അഞ്ജന ആരാണെന്ന്? ഇവിടെ ഹനുമാൻ സ്വാമിയുടെ അമ്മ. അഞ്ജന കൈ കിട്ടിയപ്പോൾ ആകാശത്തിൻ്റെ പായസല്ലേ, 30 സുഖമായിട്ടോ അങ്ങോട്ട് കഴിച്ചു. ഇനി അവിടെ ഇരിക്കട്ടെ എന്ന് 30 ഗർഭിണിയാട്ടോ, അതവിടെ നിൽക്കട്ടെ കഥ.